നിങ്ങളിൽ എത്ര പേര് ജോലി കിട്ടാൻ വേണ്ടി ഇൻ്റർവ്യൂവിലും റെസ്യൂമിലും ഇല്ലാത്ത കാര്യങ്ങൾ തള്ളിയിട്ടുണ്ട്? നമ്മളൊക്കെ പരമാവധി എനിക്ക് കോഡിംഗ് അറിയാം, അല്ലെങ്കിൽ ടീം വർക്ക് എൻ്റെ മെയിനാണ്, ഐ എം സോ പാഷനേറ്റ്, ഐ ഹാവ് ഗുഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നൊക്കെയാകും തള്ളുന്നത്. എന്നാൽ ഒരു മുൻപരിചയവുമില്ലാതെ ഒരു വലിയ ജോലിക്ക് കയറി, പോരാത്തതിന് തനിക്ക് കീഴിൽ 27 ജോലിക്കാരുണ്ടെന്ന് കള്ളം പറഞ്ഞ് അവർക്കുള്ള ശമ്പളം വരെ കമ്പനിയിൽ നിന്ന് വാങ്ങി സുഖമായി ജീവിച്ച ഒരു വിരുദ്ധൻ്റെ കഥയായാലോ. അതും ഏത് കമ്പനിയാണെന്നോ? സാക്ഷാൽ ഹിറ്റ്ലറുടെ നാസി രഹസ്യാന്വേഷണ വിഭാഗത്തിൽ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഒരു തോക്കുപോലും പിടിക്കാതെ നാസികളെ മൊത്തം വട്ടം കറക്കിയ ഹുവാൻ പുജോൾ ഗാർസിയ എന്ന ഏജന്റ് ഗാബോയുടെ കഥയാണിത്. ഒടുവിൽ തങ്ങളെ പറ്റിച്ചതാണെന്ന് പോലും അറിയാതെ സാക്ഷാൽ ഹിറ്റ്ലർ വരെ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു. പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ ഒരു സംഭവത്തിൻ്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് പുള്ളിയായിരുന്നില്ല, പുള്ളിയുടെ ഭാര്യ അരാസിലിയായിരുന്നു. ഭർത്താവ് റൂമിലിരുന്ന് ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് തള്ളിയപ്പോൾ ഭാര്യ നാസി ഓഫീസർമാരുടെ മുമ്പിൽ പോയി നിന്ന് കണ്ണീരൊഴുക്കി കിടിലൻ അഭിനയം കാഴ്ചവെച്ചാണ് ഈ സ്ക്രിപ്റ്റ് മുഴുവൻ വിജയിപ്പിച്ചത്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച, ചരിത്രം കണ്ട ഏറ്റവും വലിയ ഊടായ്പിൻ്റെയും അതിലൂടെ ലോകം രക്ഷിച്ച ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും രസകരമായ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഥ തുടങ്ങുന്നത് അരാസിലി ഗോൺസാലസ് കാർബലോ എന്നു പേരുള്ള ഒരു യുവതിയിലാണ്. അവർ 1914 ജൂലൈ 6 വടക്കു പടിഞ്ഞാറൻ സ്പെയിനിലെ ഗലീഷ്യയിലുള്ള ലൂഗോയിലാണ് ജനിച്ചത്. നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിലാണ് അവർ വളർന്നത്. കേട്ടറിവ് വെച്ച് നോക്കിയാൽ അവരുടെ കുട്ടിക്കാലം സുഖകരവും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതായിരുന്നു. പ്രായപൂർത്തിയായപ്പോൾ തൻ്റെ ആകർഷകമായ സൗന്ദര്യത്തിനും ഉറച്ച വ്യക്തിത്വത്തിനും അരാസലി നാട്ടിൽ പ്രശസ്തിയായി. 1936 ജൂലൈ 17 സ്പാനിഷ് ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ അവളുടെയും ഏകദേശം 2.5 കോടി സ്പെയിൻകാരുടെയും ജീവിതം എന്നേക്കുമായി മാറിമറിഞ്ഞു. ഈ ആഭ്യന്തര യുദ്ധം മാഡ്രിഡിലെ തിരഞ്ഞെടുക്കപ്പെട്ട റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റും ജനറൽ ഫ്രാൻസിസ്കോ ഫ്രാങ്കോയുടെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കലാപകാരികളും തമ്മിലായിരുന്നു. സോവിയറ്റ് യൂണിയൻ റിപ്പബ്ലിക്കൻ പക്ഷത്തിന് സഹായവും ഉപദേശവും നൽകി. അതേസമയം ഫാസിസ്റ്റ് ഇറ്റലിയും നാസി ജർമ്മനിയും ഫ്രാങ്കോയുടെ സൈന്യത്തെ പിന്തുണയ്ക്കാൻ സൈനികരെയും അതേപോലെ തന്നെ യുദ്ധസാമഗ്രികളും അയച്ചു. റിപ്പബ്ലിക്കൻ സഖ്യത്തിനുള്ള സ്റ്റാലിനിസ്റ്റ് വിഭാഗം കൂടുതൽ മിതമായ ഇടതുപക്ഷക്കാരുമായും അരാജകവാദികളുമായും ഇടയ്ക്കിടെ ഏറ്റുമുട്ടിയിരുന്നു. ഇത് ഏറ്റവും ക്രൂരമായി നടന്നത് ബാർസലോണയിലും കാറ്റലോണിയയിലുമായിരുന്നു. 1939 ഏപ്രിലിൽ ഫ്രാങ്കോയും നാഷണലിസ്റ്റുകളും വിജയിച്ചു. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഗലീഷ്യ പ്രദേശം നാഷണലിസ്റ്റുകളുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് ലൂഗോയിൽ വലിയ പോരാട്ടങ്ങളൊന്നും നടന്നില്ല. എന്നാലും അരാസലി തൻ്റെ ജന്മനാട്ടിലെ ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ സന്നദ്ധ സേവനത്തിന് പോയി. എല്ലാ സൗകര്യങ്ങളിലും വളർന്ന ഒരു പെൺകുട്ടി ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അവളെ അറിയാവുന്നവരെയെല്ലാം അത്ഭുതപ്പെടുത്തി. ബെഡ് പാനുകൾ വൃത്തിയാക്കുകയും ഉരുളക്കിഴങ്ങ് തൊലി കളയുകയും മുറിവേറ്റവരെ ശുശ്രൂഷിക്കുന്നതും ആധുനിക യുദ്ധത്തിൻ്റെ ക്രൂരതയെക്കുറിച്ച് അവൾക്ക് നേരിട്ടുള്ള അനുഭവം നൽകി. ഇതിലൂടെ അവൾ കൂടുതൽ നിശ്ചയദാർഢ്യമുള്ളതും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കുന്നതുമായ ഒരു സ്ത്രീയായി മാറി. 1938 അവസാനം അവൾ ലൂഗോ വിട്ടു. യുദ്ധകാലത്ത് നാഷണലിസ്റ്റ് സ്പെയിനിൻ്റെ താൽക്കാലിക ഭരണസ്ഥാനമായിരുന്ന ബർഗോസിലെ ബാങ്ക് ഓഫ് സ്പെയിൻ ഗവർണറുടെ സെക്രട്ടറിയായി അവളുടെ പിതാവ് അവൾക്കൊരു ജോലി ശരിയാക്കി കൊടുത്തു. അവിടെ വെച്ചാണ് 1939 ഫെബ്രുവരിയിൽ ഹുവാൻ പുജോൾ ഗാർസിയ എന്ന യുവ നാഷണലിസ്റ്റ് ഓഫീസറെ അവൾ പരിചയപ്പെടുന്നത്. ഹുവാൻ പുജോൾ ഗാർസിയ 1912 ഫെബ്രുവരി 14 ബാർസലോണയിലെ ഒരു ലിബറൽ പുരോഗമന കുടുംബത്തിലാണ് ജനിച്ചത്. സഹിഷ്ണുത, വ്യക്തിസ്വാതന്ത്ര്യം, രാഷ്ട്രീയ അക്രമങ്ങളോടുള്ള വിമുഖത തുടങ്ങിയ മൂല്യങ്ങൾ പിതാവ് അവനിൽ വളർത്തിയിരുന്നു. ആഭ്യന്തര യുദ്ധം തുടങ്ങിയപ്പോൾ 24 വയസ്സുകാരനായ ഹുവാൻ റിപ്പബ്ലിക്കന്മാരോടൊപ്പം ചേരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. എന്നാൽ യാഥാർത്ഥ്യം കൂടുതൽ സങ്കീർണമായിരുന്നു. ഹുവാൻ ആദ്യം കാറ്റലോണിയയിലെ പോപ്പുലർ ഫ്രണ്ടിനൊപ്പം സേവനമനുഷ്ഠിച്ചു. പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ഡി എസ്ക്വറസ് എന്ന് പറയുന്നത് വിവിധ ഇടതുപക്ഷ പാർട്ടികളെയും പ്രാദേശിക പാർട്ടികളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് സ്പാനിഷ് പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി 1936 ജനുവരിയിൽ രൂപീകരിച്ച ഒരു തിരഞ്ഞെടുപ്പ് സഖ്യമായിരുന്നു. അതായത് നമ്മുടെ ഇവിടുത്തെ LDF, UDF, NDA എന്നൊക്കെ പറയുന്നത് പോലെ. ഹുവാൻ പോപ്പുലർ ഫ്രണ്ടിനൊപ്പം സേവനം അനുഷ്ഠിച്ചിരുന്നു എങ്കിലും റിപ്പബ്ലിക്കൻ വിഭാഗത്തിനിടയിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകൾ, ട്രോട്സ്കിസ്റ്റുകൾ, അരാജകവാദികൾ, മിതവാദികൾ, സോഷ്യലിസ്റ്റുകൾ എന്നിവർക്കിടയിൽ കണ്ട ആഭ്യന്തര അക്രമങ്ങൾ അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. നിരാശനായ അവൻ റിപ്പബ്ലിക്കൻ സൈന്യത്തിൽ നിന്ന് ഒളിച്ചോടി. ഫ്രഞ്ച് അതിർത്തിക്കടുത്തുള്ള ഒരു കോഴി ഫാമിൽ കുറച്ചു കാലം ജോലി ചെയ്ത ശേഷം എങ്ങനെയോ നാഷണലിസ്റ്റ് പക്ഷത്തേക്ക് കടന്നു. യുദ്ധം അവസാനിക്കുന്നതുവരെ അദ്ദേഹം ഫ്രാങ്കോയുടെ സൈന്യത്തിൽ സിഗ്നൽ കോർപ്സിലെ ഒരു ഓഫീസറായി സേവനമനുഷ്ഠിച്ചു. സ്പെയിനിലെ സിഗ്നൽ കോർപ്സ് എന്ന് പറയുന്നത് സൈന്യത്തിലെ ആശയവിനിമയ വിഭാഗമായിരുന്നു. റേഡിയോ സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും
ടെലിഫോൺ ലൈനുകൾ സ്ഥാപിക്കാനും രഹസ്യ കോഡുകൾ കൈകാര്യം ചെയ്യാനും ഉത്തരവാദിത്തമുള്ള ഒരു സാങ്കേതിക വിഭാഗമായിരുന്നു. ഈ ജോലി പിന്നീട് അദ്ദേഹത്തിന് വലിയ ഉപകാരമാകുന്നുണ്ട്. ബർഗോസിൽ വെച്ച് ഒരു നാഷണലിസ്റ്റ് സിഗ്നൽ ഓഫീസർ എന്ന നിലയിലാണ് ഹുവാൻ അരാസിലിയെ കണ്ടുമുട്ടുന്നത്. അവർ പെട്ടെന്ന് തന്നെ പ്രണയത്തിലാവുകയും അധികം വൈകാതെ വിവാഹിതരാവുകയും ചെയ്തു. അവർ രണ്ടുപേരും ഫ്രാങ്കോയുടെ പക്ഷത്താണ് എത്തിപ്പെട്ടതെങ്കിലും ആരും ഫാസിസത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അനുയായികളായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധം യൂറോപ്പിലാകെ പടർന്നപ്പോൾ നാസിസത്തിൻ്റെ വളർച്ചയിൽ ആ ദമ്പതികൾക്ക് വലിയ ആശങ്കയുണ്ടായി. 1940-41 ശീതകാലത്ത് ഹുവാൻ മാഡ്രിഡിലെ ബ്രിട്ടീഷ് എംബസിയെ സമീപിച്ച് ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റായി പ്രവർത്തിക്കാൻ സന്നദ്ധത അറിയിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ അവനെ തിരിച്ചയച്ചു. ചാരവൃത്തിയിൽ മുൻപരിചയമില്ലാത്ത ഒരു സ്പാനിഷ് സാധാരണക്കാരനിൽ അവർക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ അരാസലിക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പദ്ധതി വളരെ ധീരമായിരുന്നു. ഹുവാൻ ജർമ്മൻകാരെ സമീപിച്ച് അവർക്ക് വേണ്ടി ചാരപ്പണി ചെയ്യാമെന്ന് ഏൽക്കണം. അക്ബർ എന്ന ജർമ്മൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വിശ്വാസം നേടിയെടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാനം ഉപയോഗിച്ച് വീണ്ടും ബ്രിട്ടീഷുകാരെ സമീപിക്കണം. ഇത്തവണ വെറും ഒരു ചാരനായല്ല, മറിച്ച് ശരിക്കും വിലപ്പെട്ട എന്തെങ്കിലും നൽകാൻ കഴിയുന്ന ഒരു ഡബിൾ ഏജൻ്റായിട്ടായിരിക്കണം അത്. അതായത് ജർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് തെറ്റായ വിവരങ്ങൾ എത്തിക്കാൻ കഴിയുന്ന ഒരു നേരിട്ടുള്ള വഴി. 1941 ജനുവരിയിൽ അരാസലി മാഡ്രിഡിലെ ജർമ്മൻ എംബസിയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സൗകര്യമൊരുക്കി. അവർ കണ്ടുമുട്ടിയത് ഗുസ്താവ് ലെൻസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വെൽഹം ലേസ്നറെ ആയിരുന്നു. വെൽഹം നാരിസ് എന്ന് പറയുന്ന ഒരു നാസി അഡ്മിറലിൻ്റെ നേതൃത്വത്തിലുള്ള വെഹ്മാറ്റ്, അതിൻ്റെ ഉച്ചാരണം ശരിയാണെന്ന് അറിയില്ല, വെഹ്മാറ്റ് എന്ന് പറയുമ്പോൾ നാസികളുടെ ഏകോപിത സൈന്യം, അതിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായിരുന്നു ഈ അക്ബർ എന്ന് പറയുന്നത്. ഹുവാനും അരാസലിയും ലണ്ടനിലേക്ക് താമസം മാറുമെന്നും അവിടെ വെച്ച് അച്ചുതണ്ട് ശക്തികളെ, അതായത് ആക്സിസ് പവേഴ്സ്, ഹിറ്റ്ലറിൻ്റെ നാസി ജർമ്മനിയും അതുപോലെ തന്നെ ജപ്പാൻ, ഇറ്റലി, ഇവരുടെ ഒരു സഖ്യമാണ് ആക്സിസ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആക്സിസിനെ അനുകൂലിക്കുന്ന ചാരന്മാരുടെ ഒരു ശൃംഖല ഉണ്ടാക്കുമെന്നും ഹുവാൻ നിർദ്ദേശിച്ചു. ഇൻവിസിബിൾ ഇങ്ക്, എനിഗ്മ സിസ്റ്റവുമായി പൊരുത്തപ്പെടുന്ന കോഡ് ഭാഷയിലുള്ള സന്ദേശങ്ങൾ നേരിട്ട് ചാരപ്പണി നടത്തുന്നതിന് പകരം ഒരു ശൃംഖല ഉണ്ടാക്കി അത് നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാൻ ഹുവാനെ ഫ്രെഡറിക് നാപ്പെ എന്ന ഓഫീസറുടെ അടുത്തേക്ക് അയച്ചു. ഹുവാൻ തൻ്റെ സ്വന്തം കോഡ് നെയിം തിരഞ്ഞെടുത്തു, അരാബൽ. ഇത് തൻ്റെ ഭാര്യയെ അദ്ദേഹം വിളിച്ചിരുന്ന അരാസിലി ലാ ബെല്ല, മനോഹരിയായ അരാസിലി എന്നതിൻ്റെ ചുരുക്കമായിരുന്നു. 1941 ജൂലൈയിൽ പുജോൾ ദമ്പതികൾ ലിസ്ബണിലേക്ക് താമസം മാറി. പക്ഷേ അവർ ഒരിക്കലും ലണ്ടനിലേക്ക് പോയില്ല. നിഷ്പക്ഷ രാജ്യമായ പോർച്ചുഗലിൽ ഇരുന്നുകൊണ്ട് ഹുവാൻ ലിസ്ബണിൽ വലിയ പത്രങ്ങൾ, മാസികകൾ, ടൂറിസ്റ്റ് ഗൈഡുകൾ, റെഫറൻസ് പുസ്തകങ്ങൾ എന്നിവ ഉപയോഗിച്ച് വ്യാജ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ തുടങ്ങി. ഓരോരുത്തർക്കും കൃത്യമായ പ്രവർത്തന മേഖലയും പശ്ചാത്തലവും സ്വഭാവവുമുള്ള ഒരു കൂട്ടം വ്യാജ ചാരന്മാരെ അദ്ദേഹം സങ്കല്പിച്ചുണ്ടാക്കി. ഈ ഓപ്പറേഷൻ കാലയളവിൽ അദ്ദേഹം 400-ലധികം കത്തുകളും ഏകദേശം 2000 വയർലെസ് സന്ദേശങ്ങളും തയ്യാറാക്കി. എല്ലാം കള്ളമായിരുന്നു. ഈ ഒരു കള്ളം നിലനിർത്തുന്നതിൽ അരാസലി നിർണായകമായ പങ്കുവഹിച്ചു. ഹുവാൻ ലിസ്ബണിലേക്ക് മാറിയപ്പോൾ മാഡ്രിഡിൽ തന്നെ തുടർന്ന അരാസലി ഫ്രെഡറിക് നാപ്പയെ കണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു തൻ്റെ ഭർത്താവിനെ കാണാനില്ലെന്നും തന്നെയും നവജാത ശിശുവിനെയും ഉപേക്ഷിച്ച് അദ്ദേഹം പോയതാണോ എന്നും ചോദിച്ചു. നാപ്പെ അവളെ ആശ്വസിപ്പിച്ചു. ഹുവാൻ ജർമ്മനിക്ക് വേണ്ടി ബ്രിട്ടനിൽ രഹസ്യ ദൗത്യത്തിലാണെന്നും അവൾ അതിൽ അഭിമാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഹുവാൻ എവിടെയാണെന്നാണ് അക്ബർ വിശ്വസിക്കുന്നതെന്ന് അരാസലിക്ക് കൃത്യമായി മനസ്സിലായി. കൂടാതെ ജർമ്മനിക്കാർക്ക് ഈ ചാരനിൽ എത്രത്തോളം വിശ്വാസമുണ്ടെന്നും അവൾക്ക് ബോധ്യപ്പെട്ടു. ഹുവാൻ ഉണ്ടാക്കിയ വ്യാജ ചാരന്മാരുടെ കഥകൾ ഭയങ്കര വിശ്വസനീയമായിരുന്നു. അവർക്ക് വേണ്ടി അക്ബറിൽ നിന്ന് ശമ്പള വർധനവ് വരെ അദ്ദേഹം ചോദിച്ചു വാങ്ങി. ഈ ഓപ്പറേഷനിലൂടെ ജർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് ഏകദേശം 20,000 പൗണ്ട് അവർ കൈക്കലാക്കി. അത് ഇന്നത്തെ കാലത്ത് $10 ലക്ഷം അധികം വരും. 1942 ഫെബ്രുവരി ആയപ്പോഴേക്കും ബ്ലെസ്ലി പാർക്കിലെ അൾട്ര എന്ന ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് പ്രോഗ്രാം ക്രാക്ക് ചെയ്ത എനിഗ്മ കോഡുകളിലൂടെ അരാബൽ, അതായത് നമ്മുടെ ഹുവാൻ അക്ബറിലേക്ക് അയക്കുന്ന സന്ദേശങ്ങൾ ചോർത്താനും അവയുടെ അർത്ഥം മനസ്സിലാക്കുവാനും തുടങ്ങിയിരുന്നു. ലണ്ടനിലാണെന്ന് അവകാശപ്പെടുന്ന ഒരു ജർമ്മൻ ഏജന്റ് യഥാർത്ഥത്തിൽ ലിസ്ബണിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ മിക്കവാറും വ്യാജമാണെന്നും UK അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ സംഘടനയായ MI6 വിശകലന വിദഗ്ധർ തിരിച്ചറിഞ്ഞു. ഈ ഏജന്റ് ഒരു ഭീഷണിയാകുന്നതിന് പകരം വലിയൊരു മുതൽക്കൂട്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ കണ്ടു. അതേസമയം തന്നെ അരാസലി ലിസ്ബണിലെ അമേരിക്കൻ നേവൽ അറ്റാഷെ എഡ്വേർഡ് റൂസോയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ജർമ്മൻകാർക്കിടയിൽ ഹുവാൻ്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള തെളിവുകൾ അവൾ ഹാജരാക്കുകയും സഖ്യകക്ഷികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവൾ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. റൂസോ MI6 വിവരം അറിയിച്ചു. അവർക്ക് അപ്പോഴേക്കും അരാബലിനെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പുജോൾ ദമ്പതികളെ തങ്ങളുടെ പക്ഷത്തേക്ക് ചേർക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ദമ്പതികളെ ജിബ്രാൾട്ടർ വഴി ബ്രിട്ടനിലേക്ക് എത്തിക്കാൻ ഒരു ഓപ്പറേഷൻ തന്നെ നടത്തി. ജിബ്രാൾട്ടർ എന്നത് ഐബീരിയൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയാണ്. തിരിച്ചറിയാതിരിക്കാൻ ഹുവാൻ തൻ്റെ രൂപം മാറ്റി. തല മൊട്ടയടിക്കുകയും കണ്ണട വയ്ക്കുകയും താടി വളർത്തുകയും ചെയ്തു. 1942 ഏപ്രിൽ 24 ഹുവാനും അരാസലിയും പ്ലൈമൗത്തിൽ ഇറങ്ങി.
അവരെ സ്വീകരിക്കാൻ പ്ലൈമൗത്ത് തുറമുഖത്ത് തൻ്റെ പുതിയ MI5 ഹാൻഡ്ലർ ഉണ്ടായിരുന്നു. ഈ MI5 എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സെക്യൂരിറ്റി സർവീസാണ്. MI6 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ സംഘടനയാണ്. തോമസ് ഹാരിസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ബ്രിട്ടീഷ് സ്പാനിഷ് ആർട്ട് ഡീലറും ഇൻ്റലിജൻസ് ഓഫീസറുമായ ഹാരിസ് ഹുവാൻ്റെ ഏറ്റവും അടുത്ത സഹായിയും വരാനിരിക്കുന്ന വലിയ പ്ലാനിൻ്റെ സഹരചയിതാവുമായി മാറി. ഇവർക്കൊരു പേര് നൽകപ്പെട്ടു, ബൗറിൽ. ഹാരിസ് ഹുവാന് മൂന്നാമത്തെയും അവസാനത്തെയും കോഡ്നാമം നൽകി, ഗാർബോ. അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച നടിയായിരുന്ന സ്വീഡിഷ് താരം ഗ്രേറ്റ ഗാർബോയോടുള്ള ബഹുമാന സൂചകമായിരുന്നു അത്. പേപ്പറിൽ ഇല്ലാത്ത കഥാപാത്രങ്ങളെ അത്രത്തോളം വിശ്വസനീയമായി അവതരിപ്പിക്കാനുള്ള ഹുവാൻ്റെ കഴിവിനോടുള്ള അംഗീകാരമായിരുന്നു അത്. MI5 ലണ്ടൻ ഓഫീസുകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് പുജോളും ഹാരിസും തങ്ങളുടെ വ്യാജ ചാരശൃംഖലയെ 27 അംഗങ്ങളാക്കി വളർത്തി. ഓരോരുത്തർക്കും കൃത്യമായ ജീവിതകഥയും പ്രവർത്തന മേഖലയും നൽകി. ഈ രണ്ടുപേരും ചേർന്ന് ശരാശരി 2000 വാക്കുകളുള്ള 315 കത്തുകൾ തയ്യാറാക്കി. വിശ്വാസം കെട്ടിപ്പടുക്കാൻ അവർ അക്ബറിന് ചിക്കൻ ഫീഡ് നൽകി, അതായത് യുദ്ധതന്ത്രപരമായി വലിയ പ്രാധാന്യമില്ലാത്ത കൃത്യമായ സൈനിക വിവരങ്ങൾ. ഏറ്റവും വലിയ കള്ളങ്ങൾ നിർണായക നിമിഷങ്ങൾക്കായി മാറ്റിവെച്ചു. അത്തരമൊരു നിമിഷം 1942 നവംബറിൽ ഓപ്പറേഷൻ ടോർച്ച് നടക്കുമ്പോൾ വന്നു. ഗ്ലാസ്ഗോയിലുള്ള തങ്ങളുടെ വെനസ്വേലൻ ചാരന്മാർ അയച്ചതെന്ന പേരിൽ ഒരു റിപ്പോർട്ട് പുജോളും ഹാരിസും അയച്ചു. അതിൽ മെഡിറ്ററേനിയൻ യുദ്ധത്തിന് അനുയോജ്യമായ നിറം അടിച്ച കപ്പലുകൾ തുറമുഖം വിടുന്നതിനെക്കുറിച്ച് വിവരിച്ചിരുന്നു. ഈ കത്ത് വിശ്വാസ്യത തോന്നുന്ന സമയത്ത് അയച്ചതാണെങ്കിലും സൈന്യം കരയിലിറങ്ങിയ ശേഷം മാത്രം കിട്ടുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചത്. അതുകൊണ്ട് വിവരം ശരിയാണെങ്കിലും ജർമ്മനിക്കാർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. ബെർലിൻ ഗാബോയുടെ ശൃംഖലയെ വാനോളം പുകഴ്ത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ബ്രിട്ടീഷ് ഇൻ്റലിജൻസിൻ്റെ ഔദ്യോഗിക ചരിത്രം പറയുന്നതനുസരിച്ച് ഗാബോയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അക്ബറിൽ അത്രത്തോളം നിറഞ്ഞിരുന്നു. അതുകൊണ്ട് ബ്രിട്ടനിലേക്ക് വേറെ ചാരന്മാരെ കടത്തിവിടാൻ ജർമ്മനി കാര്യമായ ശ്രമമൊന്നും നടത്തിയില്ല. യുദ്ധകാല ലണ്ടനിലെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. 1943 ജൂണിൽ അരാസലി 2 ചെറിയ കുട്ടികളുമായി വീട്ടിൽ ഒറ്റപ്പെട്ടും സ്പെയിനിലേക്ക് തിരിച്ചു പോകാനുള്ള അതിയായ ആഗ്രഹം കാരണവും തന്നെ നാട്ടിലേക്ക് വിട്ടില്ലെങ്കിൽ ഈ ഓപ്പറേഷനെക്കുറിച്ച് സ്പാനിഷ് എംബസിയിൽ വിളിച്ചു പറയുമെന്നും ഭീഷണിപ്പെടുത്തി. ഹുവാനും ഹാരിസും ചേർന്നൊരു തന്ത്രം പ്രയോഗിച്ചു. ഹുവാൻ തൻ്റെ മേലുദ്യോഗസ്ഥരായി വഴക്കിട്ടെന്നും തൻ്റെ ഭാര്യയോട് മോശമായി പെരുമാറുന്നതിനെ ചോദ്യം ചെയ്തതിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്നും ഒരു MI5 ഓഫീസർ അറാസിലി അറിയിച്ചു. അവളുടെ കണ്ണുകൾ കെട്ടി സറയിലുള്ള MI5 ചോദ്യം ചെയ്യൽ കേന്ദ്രമായ ക്യാമ്പ് 020 കൊണ്ടുപോയി. അവിടെ വെച്ച് ജയിൽ വസ്ത്രം ധരിച്ച് അവശനായിരിക്കുന്ന ഹുവാൻ്റെ കൂടെ അവളെ വിട്ടു. സങ്കടം സഹിക്കാൻ വയ്യാതെ അറാസിലി പറഞ്ഞു, അവനെ വിട്ടയച്ചാൽ താൻ എല്ലാ കാര്യത്തിലും പൂർണ്ണമായി സഹകരിക്കാം. 1944 ജനുവരിയിൽ അക്ബർ ഗാർബോയെ ഒരു അടിയന്തര ആവശ്യത്തിനായി ബന്ധപ്പെട്ടു. പടിഞ്ഞാറൻ യൂറോപ്പിൽ സഖ്യകക്ഷികൾ വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുണ്ടെന്ന് ജർമ്മൻ ഹൈക്കമാൻഡ് മനസ്സിലാക്കിയിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ അവർക്ക് അവരുടെ ഏറ്റവും വിശ്വസ്തനായ ചാരനെ തന്നെ വേണമായിരുന്നു. ഇതായിരുന്നു ഈ ഓപ്പറേഷനിലെ മാസ്റ്റർ പീസ്. ഓപ്പറേഷൻ ഓവർലോഡ് 1944 ജൂണിലായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ജർമ്മൻ സേനയെ നോർമാൻഡിയിൽ കേന്ദ്രീകരിക്കുന്നത് തടയാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിന് വിജയിക്കാൻ കഴിയുകയുള്ളൂ. പ്രധാന ആക്രമണം നടക്കുന്നത് നോർമാൻഡിയിലല്ല, മറിച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് ഫ്രാൻസിലേക്ക് കടക്കാൻ ഏറ്റവും എളുപ്പമുള്ള പാസ് ഡി കാലെ വഴിയാണെന്ന് ജർമ്മൻ ഹൈക്കമാൻഡിനെ വിശ്വസിപ്പിക്കാനാണ് ഓപ്പറേഷൻ ഫോർട്ടിറ്റ്യൂഡ് എന്ന കള്ളപ്പദ്ധതി രൂപകൽപ്പന ചെയ്തത്. ഗാർബോയെ ഇതിൻ്റെ നടുനായകനായി നിർത്തി. 1944 ജനുവരി മുതൽ D-Day വരെ 500-ലധികം റേഡിയോ സന്ദേശങ്ങൾ ഗാർബോ അക്ബറിലേക്ക് അയച്ചു. ഓവർലോഡിൻ്റെ യഥാർത്ഥ തയ്യാറെടുപ്പുകൾ മറച്ചുവെക്കുവാനും ഫ്യുസാഗ്, അതായത് ഫസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഒരു വ്യാജ സൈന്യം കാലയിൽ ഇറങ്ങാൻ തെക്കുകിഴക്കൻ ഇംഗ്ലണ്ടിൽ ഒത്തുകൂടുകയാണെന്ന് ജർമ്മനിയെ വിശ്വസിപ്പിക്കാനും വേണ്ടിയായിരുന്നു ഇത്. ജനറൽ ജോർജ് എസ് പാറ്റൺ ആണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നും അവർ കള്ളം പറഞ്ഞു. ഈ കഥ വിശ്വസിപ്പിക്കാൻ സഖ്യകക്ഷികൾ കാറ്റ് നിറച്ച ടാങ്കുകളും വ്യാജ കപ്പലുകളും റേഡിയോ സന്ദേശങ്ങളും ഉപയോഗിച്ച് ഒരു വലിയ സൈന്യം അവിടെയുള്ളതുപോലെ തോന്നിപ്പിച്ചു. 1944 ജൂൺ 6 അമേരിക്കൻ, ബ്രിട്ടീഷ്, കനേഡിയൻ സൈന്യങ്ങൾ നോർമാൻഡി തീർത്ത് ആക്രമണം നടത്തി. D-Dayയിൽ സഖ്യകക്ഷികളിൽ നിന്ന് ഏകദേശം 4400 പേർ കൊല്ലപ്പെട്ടതായും ആകെ നഷ്ടം 10,000-ഓളം വരുമെന്നും കണക്കാക്കപ്പെടുന്നു. ജർമ്മൻ പക്ഷത്ത് മരണസംഖ്യ 4,000-നും 9,000-നും ഇടയിലായിരുന്നു. പോരാട്ടം അതിക്രൂരമായിരുന്നു. പക്ഷേ ഗാർബോയുടെ ഈ തന്ത്രമില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇതിലും ഭയാനകമാകുമായിരുന്നു. ആക്രമണം തടയാൻ പാൻസർ ടാങ്ക് സൈന്യത്തെ തീരത്തോടടുത്ത് നിർത്തണമെന്ന് ആർമി ഗ്രൂപ്പ് B കമാൻഡ് ഫീൽഡ് മാർഷൽ എർവിൻ റോമൽ വാദിച്ചിരുന്നു. ഒരിക്കൽ സഖ്യകക്ഷികൾ അവിടെ കാലുറപ്പിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പക്ഷേ ഗാർബോയുടെ വഞ്ചന ജർമ്മനിയുടെ തീരുമാനങ്ങളെ തളർത്തിക്കളഞ്ഞു. നോർമാൻഡിയിലുള്ളത് ജർമ്മൻ സേനയെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണെന്നും ആക്രമണം കാലയിലാണ് വരാനിരിക്കുന്നതെന്നും വിശ്വസിച്ച് ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ ഓഫീസർമാരും തങ്ങളുടെ വലിയ ടാങ്ക് ഡിവിഷനുകളെ പിടിച്ചു നിർത്തി. D-Dayക്ക് ശേഷമുള്ള നിർണായക മണിക്കൂറുകളിൽ ഗാർബോ തൻ്റെ ഏറ്റവും ധീരമായ സന്ദേശം അയച്ചു.
നോർമാൻഡിയിൽ നടന്നത് വെറും ശ്രദ്ധ തിരിക്കൽ മാത്രമാണെന്നും പാറ്റന്റെ കീഴിലുള്ള പ്രധാന സൈന്യം ഇപ്പോഴും കാലിയിൽ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നും അദ്ദേഹം റിപ്പോർട്ട് നൽകി. ജർമ്മൻ ഹൈക്കമാൻഡ് ഇത് വിശ്വസിച്ചു. നോർമാൻഡി ആക്രമണം കഴിഞ്ഞ് ആഴ്ചകളോളം 2 ടാങ്ക് ഡിവിഷനുകളും 19 ഇൻഫൻട്രി ഡിവിഷനുകളും പാറ്റന്റെ ആ വ്യാജ സൈന്യത്തെ കാത്ത് പാസ് ഡി കാലയിൽ തന്നെ നിന്നു. രണ്ടാമതൊരു ആക്രമണം ഉണ്ടാവില്ലെന്ന് വ്യക്തമായപ്പോൾ ഗാബോ തൻ്റെ അവസാനത്തെ കള്ളം പറഞ്ഞു. നോർമാൻഡി ആക്രമണം വൻ വിജയമായതുകൊണ്ട് കാലയിലെ ആക്രമണം വേണ്ടെന്ന് വെച്ചു എന്നതായിരുന്നു അത്. 1944 ജൂലൈ 29 ഹ്യുവാൻ അബുവറിൽ നിന്നൊരു സന്ദേശം ലഭിച്ചു. ജർമ്മൻ സാമ്രാജ്യത്തിന് നൽകിയ അസാധാരണ സേവനങ്ങൾക്ക് അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിന് അയൺ ക്രോസ് ബഹുമതി നൽകി. 1944 ഡിസംബറിൽ MI5 ഡയറക്ടർ ജനറൽ സർ ഡേവിസ് പെഡ്രി അദ്ദേഹത്തിന് MBE, അതായത് മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ എന്ന ബഹുമതി നൽകി ആദരിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇരുപക്ഷത്തിൽ നിന്നുള്ള ബഹുമതികൾ ലഭിച്ച ഏക വ്യക്തി അദ്ദേഹമാണെന്ന് കരുതപ്പെടുന്നു. യുദ്ധം അവസാനിച്ചതോടെ ഹുവാനും അരാസലിയും സ്പെയിനിലേക്ക് തിരിച്ചുപോയി. അരാസലി തൻ്റെ ശൈലിയിൽ വളരെ പ്രായോഗികമായി ചിന്തിച്ചു. മാഡ്രിഡിലെ തൻ്റെ ജർമ്മൻ എംബസിയിൽ നേരിട്ട് ചെന്ന് അരാബൽ ശൃംഖലയ്ക്ക് ലഭിക്കാനുണ്ടായിരുന്ന അവസാനത്തെ തുകയായ 25,000 പെസറ്റുകൾ വാങ്ങി. പക്ഷേ പഴയ നാസികളിൽ നിന്നോ നിയോ നാസി ശൃംഖലകളിൽ നിന്നോ ഉള്ള പ്രതികാരം ഹുവാന്റെ മനസ്സിൽ ഭയമുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് പല ഉയർന്ന ജർമ്മൻ ഉദ്യോഗസ്ഥരും തെക്കേ അമേരിക്കയിലേക്ക് രക്ഷപ്പെട്ട സാഹചര്യത്തിൽ കുടുംബം ആദ്യം ലൂഗോയിലേക്കും പിന്നീട് വെനസ്വേലയിലേക്കും മാറി. സ്ഥലം മാറുന്നത് ഹുവാന്റെ തീരുമാനമായിരുന്നു. പക്ഷേ കരാക്കസിലെ ജീവിതം അരാസലിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അവരുടെ ദാമ്പത്യം വഷളായി. 1948 അവർ ഔദ്യോഗികമായി പിരിഞ്ഞു. അരാസലി 3 കുട്ടികളുമായി മാഡ്രിഡിലേക്ക് മടങ്ങി. ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയ താമസ സ്ഥലത്താണ് അവർ പിന്നീട് താമസിച്ചത്. 1949 തുടക്കത്തിൽ ഹുവാൻ അപ്രത്യക്ഷനായി. അങ്കോളയിലെ ഒരു രഹസ്യ ദൗത്യത്തിനിടെ അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്നതായിരുന്നു ഔദ്യോഗിക വിവരം. അതൊരു കള്ളമായിരുന്നു. അവസാനത്തെ ഒരു ഓപ്പറേഷൻ. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ സഹായത്തോടെ ഹുവാൻ തൻ്റെ മരണം വ്യാജമായി നിർമ്മിച്ചു. ഇത് അദ്ദേഹത്തിന് തൻ്റെ പഴയ കാലത്ത് നിന്നും സിവിൽ വിവാഹമോചനം നിയമവിരുദ്ധമായിരുന്ന അക്കാലത്തെ സ്പെയിനിൽ നിന്നും മോചിതനായി വെനിസ്വേലയിൽ ഒരു പുതിയ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ അവസരമൊരുക്കി. യുദ്ധത്തിന് ശേഷം തൻ്റെ ഓപ്പറേഷൻ പങ്കാളിയായിരുന്ന തോമസ് ഹാരിസ് പിന്നീട് MI5 വിട്ട് വീണ്ടും ആർട്ട് ഡീലറായി മാറി. കിം ഫിൽബി ഉൾപ്പെട്ട കേംബ്രിഡ്ജ് 5 എന്ന സോവിയറ്റ് ചാരശൃംഖലയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് സംശയിച്ചിരുന്നെങ്കിലും അതൊരിക്കലും തെളിയിക്കപ്പെട്ടിരുന്നില്ല. 1964 ജനുവരിയിൽ മല്ലോർക്കയിൽ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ വെച്ച് ഹാരിസ് മരിച്ചു. മാഡ്രിഡിൽ അരാസലി ഒരു പുതിയ ജീവിതം പടുത്തുയർത്തി. ബ്രിട്ടീഷ് അമേരിക്കൻ എംബസികളിൽ ഗൈഡായും പരിഭാഷകയായും അവർ ജോലി ചെയ്തു. 1956 അവർ എഡ്വേർഡ് ക്രൈസ്ലർ എന്ന ഒരാൾ കണ്ടുമുട്ടി. പിന്നീട് അവർ വിവാഹിതരാവുകയും ഒരുമിച്ച് ആർട്ട് ഗാലറികൾ നടത്തുകയും ചെയ്തു. അരാസലിയുടെ മൂത്ത മകൻ ഹുവാൻ പുജോൾ ജൂനിയറിനെ ക്രൈസ്ലർ ദത്തെടുത്തു. 1984 സെപ്റ്റംബറിൽ ഒരു റേഡിയോ സംപ്രേഷണം കേട്ട് ഹുവാൻ പുജോൾ ജൂനിയർ ഞെട്ടിപ്പോയി. 35 വർഷം മുമ്പ് മരിച്ചുവെന്ന് കരുതിയ തൻ്റെ പിതാവ് യുദ്ധകാലത്ത് ലഭിച്ച MBE എന്ന പുരസ്കാരം ഔദ്യോഗികമായി സ്വീകരിക്കാൻ ബ്രിട്ടനിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഹുവാൻ പുജോൾ ഗാർസിയ ഹുവാൻ പേരസ് എന്ന പേരിൽ കാരക്കാസിൽ ജീവിക്കുകയായിരുന്നു. അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിക്കുകയും അതിൽ 3 കുട്ടികൾ കൂടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. താൻ അപ്രത്യക്ഷനായതിനെക്കുറിച്ച് വലിയ വിശദീകരണങ്ങളൊന്നും അദ്ദേഹം നൽകിയില്ല. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. മാഡ്രിഡിലുള്ള കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവർ കരാക്കസിലേക്ക് പോയി തങ്ങളുടെ അച്ഛൻ്റെ മറ്റു മക്കളെയും കണ്ടു. ഹുവാൻ പുജോൾ ഗാർസിയ 1988 ഒക്ടോബർ 10 വെനസ്വേലയിൽ വെച്ച് അന്തരിച്ചു. അരാസലി ഗോൺസാലസ് കാർബല്ലോ 1990 മാഡ്രിഡിൽ വെച്ചും മരിച്ചു. രണ്ടുപേരും സ്വാഭാവിക കാരണങ്ങളാലാണ് മരിച്ചത്. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും ഫലപ്രദമായ ഡബിൾ ഏജന്റായിട്ടാണ് ഹുവാൻ പുജോൾ ഗാർസിയ അല്ലെങ്കിൽ ഏജന്റ് ഗാർബോ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ നോർമാൻഡിയിലെ പോരാട്ടത്തിൽ നിന്ന് ജർമ്മൻ ടാങ്ക് പടയെ അകറ്റി നിർത്തി. പക്ഷേ ഗാർബോയുടെ കഥ അരാസലിയുടെ കഥയില്ലാതെ പൂർണ്ണമാകില്ല. ബ്രിട്ടീഷുകാരിലേക്ക് എത്താൻ ജർമ്മൻകാരെ ഉപയോഗിക്കണമെന്നത് അവളുടെ ബുദ്ധിയായിരുന്നു. തുടക്കത്തിൽ ഏറ്റവും നിർണായകമായ സമയത്ത് ആ കള്ളം പൊളിയാതെ കാത്തത് ഫ്രീഡിക് നാപ്പയുടെ മുന്നിൽ അവളുടെ പ്രകടനമായിരുന്നു. MI5ലേക്ക് വഴി തുറന്നത് എഡ്വേർഡ് റൂസോയുമായുള്ള അവളുടെ കൂടിക്കാഴ്ചയായിരുന്നു. അവസാനം വരെ അവൾ സമർത്ഥയായ ഒരു ഓപ്പറേറ്ററായിരുന്നു. അവളുടെ ആ വിവേകശീലമാണ് അവളുടെ പങ്കിനെക്കുറിച്ച് ലോകം അറിയാൻ ഇത്രയും വൈകാൻ കാരണമായത്. ചരിത്രം എപ്പോഴും ആ കോഡ് നെയിമിനെയാണ് ഓർക്കുന്നത്. പക്ഷേ ആ പേരിന് പിന്നിലെ സ്ത്രീയെയും നാം ഓർക്കേണ്ടതുണ്ട്.